കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹേശ്വരൻ ഗാഥനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വീട്ടിലെ കാർന്നോത്തി സ്ഥാനം, ഇനിയിപ്പോ അരുന്ധതി പോയ സ്ഥാനത്ത് ഒരാൾ വേണം, പേരിനായിട്ട് ഒരു കെയർ ടേക്കർ ആയിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ആ സ്ഥാനത്തേക്ക് പിങ്കി വരുവാണ്. അത് നന്ദയുടെ വെറും ഒരു ഔദാര്യം മാത്രമാണ്. അങ്ങനെ താക്കോൽക്കൂട്ടം പിങ്കിക്ക് കൈമാറുവാണ് മഹേശ്വരൻ. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനും അറിയാനും പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു വീട്ടിലെ കാർന്നോത്തിയായിട്ട് ഒരാൾ വേണം. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും, എസ്റ്റേറ്റിന്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനാണെങ്കിലും അതിലൊക്കെ സൈൻ ചെയ്യണം, ചെക്കയിലൊക്കെ. അപ്പൊ അരുന്ധതി ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് എല്ലാവരും കൂടെ നന്ദേനെയാണ് തീരുമാനിച്ചത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ച് നോക്കുമ്പോൾ വീട്ടിലെ മൂത്ത മരുമകളാണ് ഇനി ആ സ്ഥാനത്ത് വരേണ്ടത്. അപ്പൊ അത് നന്ദയാണ്. പക്ഷെ നന്ദ എന്ത് ചെയ്യുക, ആ സ്നേഹപൂർവ്വം അതങ്ങ് നിരസിക്കുവാണ്. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് പദവിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഭാരിച്ച ഉത്തരവാദിത്തമൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പഠനത്തെ ബാധിക്കും. അത് മാത്രമല്ല, ഞാൻ പഠിച്ച് ഡോക്ടറായി കഴിയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകണ്ടല്ലേ. അതെ, അതുകൊണ്ട് എന്നെക്കാളും ആ പദവി വഹിക്കാനായിട്ട് എന്തുകൊണ്ടും യോജിയായത് പിങ്കിയാന്ന് പറയാ. പിങ്കിക്ക് ഇത് കേട്ടപ്പോൾ ഞെട്ടലുണ്ടാന്നേ. നന്ദ മനഃപൂർവ്വം തനിക്കിട്ടൊരു പണി തന്നതാണോ, ഇനി അവൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മിയമ്മ പറഞ്ഞു, നന്ദമോളെ നീ എന്താ പറയണേ, നീ അല്ലേ ആ സ്ഥാനത്ത് വരേണ്ടത്. അരുന്ധേടത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടമ്മേ, എനിക്ക് അങ്ങനെ സ്ഥാനങ്ങളൊന്നും വേണ്ട. അമ്മയ്ക്കറിയാലോ, പണ്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, എനിക്കതൊന്നും വേണ്ടാന്ന് പറയാണ്. പക്ഷെ ഇതിനോട് ഗൗതമിന് അത്ര യോജിപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം പിങ്കി ആ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് ഗൗതമിനും അറിയാം. ഗൗതമിനും ലക്ഷ്മിയമ്മയ്ക്ക് മാത്രം എതിർപ്പുണ്ടായിരുന്നുള്ളൂ. മോഹിനിക്കും മഹേശനും ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്ദ വരുന്നേക്കാളും നല്ലത് പിങ്കി വരുന്നതെന്ന് മഹേശന് അറിയാം. തന്റെ എന്തെങ്കിലും കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കണേ പോലും പിങ്കി ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് പിങ്കിയെ എല്ലാവരും കൂടെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ മഹേശ്വരൻ ആ താക്കോൽക്കൂട്ടം പിങ്കിക്ക് കൈമാറുവാണ്. ഇത്രയും കാലം അരുന്ധതി കൈ കൊണ്ടുവരുന്ന താക്കോൽക്കൂട്ടം, ഇനിയിപ്പോൾ അരുന്ധതി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയൊന്നും പെട്ടെന്ന് ആർക്കുമില്ല. അപ്പോൾ ഒരു കെയർ ടേക്കർ എന്ന സ്ഥാനത്താണ് പിങ്കി വരുന്നത്. താക്കോൽക്കൂട്ടം കിട്ടിക്കഴിയുമ്പത്തേനും പിങ്കിയുടെ മനസ്സിൽ ചില ഗൂഢതന്ത്രങ്ങളൊക്കെ വരുന്നുണ്ട്. പിങ്കി നന്ദേനെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ നന്ദയ്ക്ക് അതൊക്കെ ഒരു പുത്തരിയാണോ? കാരണം നന്ദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് നന്ദ വെച്ചൊഴിഞ്ഞ സ്ഥാനം അതാണ് പിങ്കിക്ക് കിട്ടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞ നന്ദയുടെ ഒരു ഔദാര്യം തന്നെ പറയാം. പിന്നീട് നന്ദ മുറിയിലേക്ക് പോവാ. ഈ സമയത്ത് ഗൗതം ചോദിച്ചു, നീ എന്താ നന്ദ അങ്ങനെ കാണിച്ചേ? അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്തിനാ സമ്മതിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, ഗൗതം സാറിന് അറിയാലോ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, പിന്നെ നീ എന്തിനാ പറഞ്ഞേ ഡോക്ടറായി കഴിയുമ്പോൾ നീ വീട്ടിൽ നിന്ന് പോകുന്നൊക്കെ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞതേ ആ സമയത്ത് എനിക്ക് ആ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ഡോക്ടറായി കഴിഞ്ഞാലും ഞാൻ പോകുന്ന ഗൗതം സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഗൗതം പറഞ്ഞു, നിന്റെ ആ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് തോന്നി, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം സന്തോഷമാവുന്ന 1-2 പേരുണ്ടായിരിക്കും ഇവിടെ, അവർക്ക് സന്തോഷിക്കണം, അവരെങ്കിലും സന്തോഷിക്കട്ടെ, അതോർത്ത് ഞാൻ പറഞ്ഞാന്ന് നന്ദ പറയാണ്. ഈ സമയത്ത് മഹേശ്വരൻ ആകെപ്പാട് ടെൻഷനായിരുന്നു. എങ്ങനെയും ഗാഥയെ കാണണം, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്ക് അപകടമാണ്. അങ്ങനെ നേരെ ഗാഥയുടെ മുറിയിലേക്ക് ചെല്ലുക. ഈ സമയത്താണെങ്കിൽ ഗാഥ കോളേജിലേക്ക് പോകണം. ഇനി ഇവിടുന്ന് പോകാൻ പറ്റുമോ, ഇനിയിപ്പോൾ താൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വഴക്ക് പറയോ, അങ്ങനെ ചിന്തയൊക്കെ ഗാഥയുടെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങുന്ന സമയത്താണ് മഹേശ്വരൻ അങ്ങോട്ട് വരുന്നത്. മഹേശ്വരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗാഥ പെട്ടെന്ന്, എന്താ അച്ഛാ വന്നേന്ന് ചോദിക്കണം. അതെ, നീ അച്ഛാന്നൊന്നും വിളിക്കരുത്, ഇവിടെ വെച്ച് വല്ലവരും കേട്ടിട്ടുണ്ട് പിന്നെ അത് മതി എന്ന് പറയാണ്, അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അതെ, നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയതാ, നീ ആരോട് ചോദിച്ചിട്ട് എങ്ങോട്ട് കയറി വന്നേ, നിനക്കൊള്ളതല്ല ഞാൻ അവിടെ എത്തിച്ചേരുന്നില്ലായിരുന്നോ, പിന്നെ നീ ആരുടെ ബലത്തിൽ എങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം ആ നന്ദയെ കണ്ടാ നീ കിടന്ന് തുള്ളുന്നേന്നുള്ളത്. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഈ വീട്ടിൽ ആരെങ്കിലും എന്റെ മോളാ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഞാൻ ഇന്ത്യവരത്തിന് പുറത്താവും, പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊക്കോണം, നിന്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോണം എന്ന് പറയാം. ഇത് കേട്ടതും ഗാഥയ്ക്ക് വല്ലാത്ത വിഷമമായി പറയും. എന്താ അച്ഛാ എങ്ങനെ പറയണേ, പിന്നെ ഇങ്ങനെ പറയാതിരിക്കാനാണോ? നിനക്കറിയാലോ എനിക്ക് ഈ വീട്ടിലും നാട്ടിലും ഒരു സ്ഥാനമുണ്ട്, അത് നീയായിട്ട് കളഞ്ഞു കുളിക്കരുത്. ഇനി ഞാനായിട്ട് നിന്നെ പിടിച്ച് പുറത്താക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പുറത്താക്കേണ്ട ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ പുറത്താക്കിയിരിക്കും, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയണം. ഗാഥ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ അറിയാലോ ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനോ ഒന്ന് പറയാൻ പോലും അച്ഛൻ്റെ സ്ഥാനത്ത് ആരുമില്ലായിരുന്നു. അച്ഛനെ ഇന്ന് വരെ ഞാൻ വാക്കുകൊണ്ടോ നോക്കൊണ്ടോ പോലും അച്ഛനെ ഞാൻ നോവിച്ചിട്ടില്ല.
പക്ഷെ എനിക്കിനി അത് പറ്റില്ല. എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് പറയാനൊരു പേര് വേണം. എത്ര കാലമായിട്ട് ഞാനും എൻ്റെ അമ്മയെ നാണം കെട്ടി ജീവിക്കുന്നു. എനിക്കിനി അത് പറ്റില്ല അച്ഛാ. എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അച്ഛനെ ചൂണ്ടിക്കാണിക്കണമെന്ന് പറയാം. ഇത് ഏട്ടൻ മഹേച്ചനും പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല ഗാതെ. ഇതേ വെറുതെ അനാവശ്യ കാര്യങ്ങളും തലയിടണ്ട. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലതെന്ന് പറയണം. ഇപ്പം നിന്നോട് എനിക്കൊരു മോളെന്നുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ നീ ആയിട്ട് അത് ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞിട്ട് ഗാഥനെ ഭീഷണിപ്പെടുത്തുക. ഗാഥയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദ കേട്ടു മഹേശ്വരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നന്ദ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ എന്താ പറയണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. അതെ, അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേരാട്ടോ. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. അതേ നന്ദ, നീ വെറുതെ കളിക്കില്ലെന്ന് പറയണം. എനിക്കറിയാം അച്ഛാ, അച്ഛനെ ഗാഥേനെയും എന്നെ ഇവിടുന്ന് മിക്കവാറും ഇറക്കി വിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങളും മെനയുന്നു. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം ഗാഥേനെ ഇവിടുന്ന് ഇറക്കി വിടാനും തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയും. എനിക്കിപ്പോൾ ഗാഥേനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഒരു അച്ഛനാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ആ ബാലാജിയുടെ പിടിയിൽ നിന്നും ഗാഥേനെ രക്ഷിക്കുകയോ ചെയ്യണ്ടേ. അതിന് പകരം ഇവിടുന്ന് ഇറക്കി വിടാൻ തുടങ്ങുന്ന അച്ഛന് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മഹേശ്വരൻ അങ്ങോട്ട് ദേഷ്യം വന്നു. മഹേശ്വരൻ കലിതുള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഗാഥ സങ്കടം കൊണ്ട് ഗാഥയുടെ കണ്ണൊക്കെ നിറഞ്ഞു വീഴുക. അത് കിടപ്പം നന്ദ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത്, ഈ സമയത്ത് നമ്മൾ ധൈര്യം കൈവരിക്കുക ചെയ്യണ്ടേ. അല്ലാതെ ഇങ്ങനെ നമ്മൾ കരഞ്ഞ് നിലവിളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നീ ബോൾഡായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. പിന്നീട് മഹേശ്വരൻ പോയി വാവച്ചനെ വിളിക്കുന്നുണ്ട്. വാവച്ചനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ ഇന്ത്യവരത്തിന് പുറത്താവെന്ന് പറയാം. ഗൗതമെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. വാവച്ചൻ പറഞ്ഞു, സാറ് പേടിക്കണ്ട, ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഗാഥേനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഗാഥനെ കൂട്ടി ആ പുറത്തൊന്ന് എത്തിച്ചാൽ മാത്രം മതി. ബാക്കി ബാലാജി നോക്കിയോളും. ബാലാജിയുമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മഹേശ്വരന് ഒരു സന്തോഷമായത്. ഇനിയിപ്പം ഗാഥനെ കുറിച്ചുള്ള ശല്യം തീരും. മഹേശ്വരി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഗാഥനെ മാത്രം പോരാ, നന്ദയുണ്ടല്ലോ, അവളെയും കൂടെ ഫിനിഷ് ചെയ്യണം. എങ്കിൽ മാത്രം എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. ഗാഥ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും നന്ദ വെറുതെ ഇരിക്കുന്ന വാവച്ചനും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവള് ഗാഥയുടെ പുറകെ പോകും. പിന്നെ അത് വല്ലാത്ത പ്രശ്നവും. ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ ജീവിക്കാൻ പോലും പറ്റില്ല. ഗൗതം മാത്രമല്ല, ലക്ഷ്മിയുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥ ഇപ്പൊ തന്നെ. ഓരോ നിമിഷം ഞാൻ നീറിയിരിക്കുന്നേ. എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. സാറ് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ഗാഥ കോളേജിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങുമ്പോഴത്തേനും മോഹിനി അങ്ങോട്ട് വന്നു. മോഹിനി അല്ല എങ്ങോട്ടാ ഒരുങ്ങി കെട്ടി പോണേന്ന് ചോദിക്കണം. അല്ല ഞാൻ കോളേജിലേക്ക് പോരാ. ഇവിടുത്തെ പിന്നെ ജോലികളൊക്കെ ആര് ചെയ്യുന്ന ഓർത്തായിരിക്കുന്നേ. മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് കോളേജിലേക്ക് പോകാൻ പറ്റിയെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ടെന്ന് പറയണം. ഗാഥയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. കാരണം ക്ലാസ് മുടക്കാൻ പറ്റില്ല. അമ്മയുടെ വലിയ ആഗ്രഹം താൻ പഠിച്ച് നല്ല ഉയർന്ന നിലയിൽ എത്തണമെന്ന്. അപ്പൊ ആ ആഗ്രഹം നടക്കാൻ വേണ്ടി താൻ ഇത്ര കഷ്ടപ്പെട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലാജിനെ ഭീഷണി പേടിച്ചിട്ട് വരെ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നേ. നന്ദ മോഹിനോട്, ചെറിയമ്മേ ഈ കാര്യത്തിൽ ചെറിയമ്മ ഇടപെടണ്ട. പിന്നെ ഗാഥയുടെ കാര്യം, ഗാഥ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളും. ഗാഥ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഓരോ പണികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവനവൻ്റെ പണികൾ ചെയ്താൽ മതി. ഗാഥയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്ന പണികൾ ഗാഥയും ചെയ്തോളൂ എന്ന് പറയാണ്. പിന്നീട് ഗാഥനെ മാറ്റിയെടുത്തിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, മോളെ അത്യാവശ്യം മോൾക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം കേട്ട് അടിമയായിട്ട് ഒരു കാരണവശാലും കിടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥേനെ ഒന്നുകൂടി ഒന്ന് ബോൾഡാക്കി വിടുന്നുണ്ട്. ഈ സമയത്താണ് വാവച്ചൻ അങ്ങോട്ട് കയറി വരുന്നത്. വാവച്ചന് ഗാഥനെ ആ വീടിന്റെ പുറത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. ബാലാജി എല്ലാം എന്തിനും സന്നദ്ധനായിട്ട് പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഗാഥനെ കടത്തിക്കൊണ്ട് പോകാൻ ബാലാജിക്ക് പറ്റുമെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.